നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശനിയോടൊപ്പം യോഗം ചെയ്യുന്ന രണ്ട് നോഡുകളുടെ കഥയാണ് നമ്മൾ നോക്കുന്നത്. ശാപിത യോഗം അല്ലെ ശാർപിത യോഗം എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു യോഗമാണ് ശനിയും രാഹുവും കൂടി യോഗം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു സങ്കീർണാവസ്ഥയാണ് കേട്ടോ. ശനി-രാഹു യോഗം എന്ന് പറയുന്നത് ഒരു സങ്കീർണാവസ്ഥയാണ്. ഞാൻ ഈ രാഹു 7-ൽ നിൽക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ വീഡിയോസ് കണ്ടിട്ടാണ് പലരും എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല പഠനവുമായിരുന്നു. എനിക്കിനി അത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കാരണം അത്രയും വൃത്തിയായിട്ടത് ചെയ്ത് വെച്ചിട്ടുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു വർക്കാണത്. അപ്പം അതിൽ രാഹുവിനോടൊപ്പം ആ സീരീസിൽ രാഹുവിനോടൊപ്പം ശനി യോഗം ചെയ്താലുള്ള ഒരു ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ചെറിയ വീഡിയോസാണത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പോലെ തന്നെ ചെറിയ വീഡിയോസാണ്. നിങ്ങളത് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് അതിൽ പെടാത്ത ചില കാര്യങ്ങളും കൂടെ ഞാനിവിടെ പറയാം. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാം. അന്യമതത്തിലോ അന്യവിശ്വാസങ്ങളിലോ ഒരു സ്വാഭാവികമല്ലാത്ത, അതായത് ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും മാറി വിദേശത്ത് നിന്നുള്ളൊരു പങ്കാളിയെ ലഭിക്കാനുള്ളൊരു സാധ്യത, അല്ലാതെ അങ്ങനൊരു ബന്ധം വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ എപ്പോഴും എക്കാലവും ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടും. രാഹു എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാൻറ്റസി പ്ലാനറ്റാണ്. ഒരു ഫാൻറ്റസി ഉണ്ടാവും 7th ഹൗസിൽ. ആ ഒരു ഫാൻറ്റസി പ്ലാനറ്റിനോടൊപ്പം ഒട്ടും ഫാൻറ്റസി ഇല്ലാത്ത യാഥാർത്ഥ്യരൂപിയായിരിക്കുന്ന ശനിയുടെ യോഗം വരുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പം അതിങ്ങനെ പരസ്പരം മോരും മുതിരയും പോലെ ഇങ്ങനെ കിടക്കും. ചിന്തകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും തമ്മിൽ ഒരിക്കലും ചേരാതെ വരികയും ചെയ്യും. വളരെ ശക്തമായിട്ടുള്ള മുൻജന്മ ശാപങ്ങളോ കടങ്ങളോ ആണ് ഈ ബന്ധത്തിന് ഉള്ളത്. പരമ്പരാഗതമായിട്ടുള്ള വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ഇതിനെ സർപ്പശാപമായിട്ട് കാണാറുണ്ട്. ഈ സർപ്പശാപം എന്ന് പറയുമ്പം പാമ്പുകളെ ഉപദ്രവിച്ചത് കൊണ്ട് മാത്രമല്ല സർപ്പശാപം ഉണ്ടാകുന്നത്. രാഹുവിൻ്റെ കാരകത്വത്തിലാണ് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നത്. രാഹുവിൻ്റെ കാരകത്വത്തിലാണ് വിഷം കഴിച്ച് മരിക്കാനുള്ള ഇതുണ്ടാകുന്നത്. ഞാൻ ആ രാഹുവിനെ കുറിച്ച് പറഞ്ഞ പൊതുവെ സർപ്പശാപം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ശാപം, രാഹുവിന് സർപ്പം എന്നൊരു പേരുണ്ട്. അപ്പോൾ സർപ്പശാപം എന്ന് പറയുമ്പം ഒരിക്കലും രാഹുവിൻ്റെ മാത്രം, അതായത് പാമ്പ് സർപ്പക്കാവുകൾ തീണ്ടിയത് കൊണ്ട് മാത്രമല്ല, അല്ലെ സർപ്പപ്രതിഷ്ഠകൾ മാത്രമല്ല, അത് ദോഷമുണ്ടാക്കും. ഇപ്പം കുലദേവതയായിട്ട് സർപ്പങ്ങളെ ആരാധിച്ചിട്ട് വലിയ വലിയ തിരുമേനിമാരെ കൊണ്ട് വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട്, വസ്തുവിന് വില കിട്ടാൻ വേണ്ടിയിട്ട് ചൈതന്യങ്ങളെ ആവാഹിച്ച് മാറ്റിയവരുടെ പല തലമുറകളും പിന്നീട് കുടുംബപരമായിട്ട് ചിന്നിച്ചിതറുകയും, 1-2 തലമുറയ്ക്കുള്ളിൽ തന്നെ അത് വരും, ചിന്നിച്ചിതറുകയും, അല്ലെങ്കിൽ അവർ വിദേശത്ത് വേറെ നാടുകളിൽ പോയി, ആ നാട്ടിൽ നിന്നേ പോയി വേറെ നാടുകളിൽ പോയി സെറ്റിലാവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചില വീടുകളിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു തലമുറയൊക്കെ കഴിയുമ്പോൾ അവർ വീണ്ടും സർപ്പക്കാവുകളും സർപ്പപ്രതിഷ്ഠകളും ഒക്കെ കാവുകൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം നാഗസാധകന് വേണ്ട ധർമ്മത്തെക്കുറിച്ച്, നാഗസാധക ധർമ്മം എന്ന് പറഞ്ഞിട്ട് സർപ്പതന്ത്രം, നാഗതന്ത്രത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. വാസുകിയുടെ അല്ലെങ്കിൽ നാഗത്തിൻ്റെ ഉപാസകനായിരിക്കുന്ന ഒരാൾ ഓരോ സാധന ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക നിർദ്ദേശം വരും. അതുപോലെ തന്നെ നാഗസാധന ചെയ്യുന്നവർ, അല്ലെങ്കിൽ നാഗരാജാവിനെ ഉപാസിക്കുന്നവർ, അല്ലെങ്കിൽ നാഗരാജാവിനെ കുലദേവതയായിട്ട് ഉള്ളവർ പ്രകൃതിയെ നശിപ്പിക്കരുത്. കുളങ്ങളും പ്രകൃതിയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും ചെയ്യരുത്. ഇതിൻ്റെയൊക്കെ അധിപൻ നാഗങ്ങളാണ്, നാഗരാജാവാണ്. അപ്പം അത് ചെയ്താൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ശാപതാപങ്ങളാണ് വാസ്തവത്തിൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ നശിപ്പിക്കുന്ന, ഇക്കോസിസ്റ്റത്തിനെ നശിപ്പിക്കുന്ന വിഷയങ്ങളാണ് പിന്നീട് സർപ്പശാപങ്ങളായിട്ട് ജാതകത്തിലും ഒരു പരിധിവരെ പ്രശ്നങ്ങളിലും കാണുന്നത്. പലപ്പോഴും പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ടോ, കാവ് തീണ്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ കാവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷേ
പ്രകൃതിക്ക് ദോഷം വരുന്ന അനവധി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള മുൻജന്മ ശാപങ്ങളോ കടങ്ങളോ ഈ ബന്ധത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ പരമ്പരാഗത വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടതായിട്ടുള്ള പാരമ്പര്യത്തെ നശിപ്പിച്ചതിൻ്റെ, അതായത് പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളെ പരമ്പരകൾ വഴിയും മാത്രമല്ല, പ്രകൃതിയുടെ ഒരു പാരമ്പര്യം ഉണ്ടാവും, ചെടികളും ഒക്കെ നിന്നതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്ന് അതിനെ ഒരു കാരണവുമില്ലാതെ തീണ്ടി നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് വാസസ്ഥലത്തിന് വേണ്ടിയല്ലേ, നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം 10 മരം വെട്ടുമ്പോൾ ഒരു 5 എണ്ണമെങ്കിലും വെച്ച് പിടിപ്പിക്കണം. കാരണം ഞാൻ എൻ്റെ കട്ടളയും കതവുകളും ഒക്കെ കാണുമ്പോൾ ആലോചിക്കണം, ഇന്നലകളിൽ ആരോ വെച്ചതിൻ്റെ ഫലമാണ് അത് വെട്ടി ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സർപ്പദോഷം ഉണ്ടാകും. പലപ്പോഴും സർപ്പബലി അടക്കം കഴിച്ചിട്ടും പലർക്കും ആ സർപ്പശാപം മാറാത്തതിൻ്റെ പ്രധാന കാരണം പ്രകൃതിക്ക് വേണ്ട കാര്യങ്ങൾ അവരിപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും ചെയ്താൽ മാത്രമാണ് ഈ സർപ്പദോഷത്തിൻ്റെ പരിഹാരം ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാൻ റിസർച്ച് ചെയ്തും പല ക്ലയൻസിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കിയും ശേഷം പരിഹാരം ചെയ്തപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹു ശനിയോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ദാമ്പത്യ ജീവിതത്തിലെ പൂർവ്വജന്മ ശാപതാപങ്ങളാണ് എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പോൾ അത് എപ്പോഴും ഒരു തൃപ്തിക്കുറവ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് നിമിത്തം ഡിലേ ചെയ്യാനോ പ്രായത്തിൽ വ്യത്യാസമുള്ളവർ വരാനോ ഒക്കെ 7th ഹൗസുമായിട്ട് സാറ്റർൻ ബന്ധം വന്നാൽ തന്നെ പ്രായത്തിൽ വ്യത്യാസമായിട്ടുള്ളവരുടെ ബന്ധം വരാം എന്നുള്ളതാണ്. അപ്പോൾ അതും ഫാൻറ്റസികളുണ്ടാവാം, ചില വിഷയങ്ങൾ വരും. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക. മുമ്പ് പറഞ്ഞ പോലെ സൂയിസൈഡ് ടെൻഡൻസി വരുന്ന, നമ്മൾ തകർന്നിരിക്കേണ്ട സിറ്റുവേഷൻസ് വരാം എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് രാഹു തലയാണെങ്കിൽ വാല് നമ്മുടെ കേതുവാണ്. ടെററാണ്, ടെറർ. അപ്പം പങ്കാളിൽ നിന്ന് അകലം പാലിക്കാനുള്ളൊരു പ്രവണതയാണ് പൊതുവേ. ശനി ഒരു വിരക്തനാണ്, അതിൻ്റെ കൂട്ടത്തിൽ കടുത്ത വിരക്തനായിട്ടുള്ള കേതുവും കൂടി യോഗം ചെയ്യുമ്പോൾ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. പൂർവ്വജന്മത്തിലെ ശാപതാപങ്ങൾ 7th ഹൗസ് കേതു എന്നുള്ള വീഡിയോ കണ്ടേ മതിയാവും. കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഞാനതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല എന്നുള്ളതാണ്. 7th ഹൗസ് കേതുവിനോടൊപ്പം സാറ്റേണും കൂടെ വന്നാൽ കുജവത് കേതു ശനിവത് രാഹു എന്നുള്ള ആ പ്രമാണവും കൂടി ഇവിടെ യൂസ് ചെയ്യണം. അഗ്നിമാരുതത്തിൻ്റെ ഒരു സ്വഭാവം വരും. ഇപ്പം ശനി കുജനാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോവും. ശനിയും കേതുവാണെങ്കിൽ പൊട്ടത്തില്ല, അതവിടെ കിടക്കും. ബന്ധം അകന്നു പോകാൻ പറ്റില്ല, നമുക്കതിൽ നിന്ന് ക്ലെൻസ് ചെയ്ത് മാറില്ല. പ്രാരാബ്ധം അനുഭവിച്ച് തന്നെ തീരേണ്ടി വരും പലതും. അപ്പോൾ പങ്കാളിൽ നിന്നും അകലം പാലിക്കാനുള്ള പ്രവണതകൾ വരാം. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടാം. ഭൗതികപരമായിട്ടുള്ള സുഖങ്ങളിൽ താല്പര്യം വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു വിരക്തി വരാം. എനിക്ക് ഒന്നും വേണ്ട എന്ന് തോന്നും. എന്തിനാണിതൊക്കെ, ആർക്ക് വേണ്ടിയാണ്, എനിക്ക് ചെയ്യാനുള്ള കടമകൾ ഞാൻ ചെയ്തു തീർക്കുന്നു എന്നുള്ളതിനപ്പുറമായി ഒന്നും തന്നെ തോന്നാത്തൊരവസ്ഥ വരും. അതാണ് ശനി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മുൻജന്മ കർമ്മബന്ധങ്ങളെ അവസാനിപ്പിക്കുന്ന അശ്വതര നാഗത്തിൻ്റെ അവസ്ഥ. മീനൻ രാശിയുമായിട്ട് ബന്ധം വരുന്നത് ഓരോ രാശി ചക്രത്തിലെ 12 രാശികളിൽ സഹസ്രാരം വരുന്ന മീനൻ രാശിയിൽ മനസാദേവിയുടെ പുത്രനായിട്ടുള്ള അശ്വതരൻ എന്ന് പറയുന്ന നാഗമാണ് വരുന്നത്. അല്ലെങ്കിൽ അനന്തൻ്റെ പൂർണ്ണാവസ്ഥയിലിരിക്കുന്ന ധ്യാനസ്വരൂപനായിരിക്കുന്ന അനന്തൻ്റെ സ്വരൂപമായിട്ടാണ് അവിടെ അത് കാണിക്കുന്നത്. ദ്വാദശനാമ പൂജകളൊക്കെ ഉണ്ട് സർപ്പത്തിൻ്റെ. വൈഷ്ണവമായിട്ട് ദ്വാദശനാമ പൂജയുള്ള പോലെ, ശൈവമായിട്ട് ദ്വാദശനാമ പൂജയുള്ളതുപോലെ, ശാക്തേയമായിട്ട് ദ്വാദശനാമ പൂജയുള്ളതുപോലെ തന്നെ സർപ്പങ്ങളുടെ ദ്വാദശനാമ പൂജയുണ്ട്. അതിൽ അവസാനം വരുന്നത് ശേഷൻ അഥവാ അതിൻ്റെ അവതാരമായിരിക്കുന്ന അശ്വതരൻ എന്ന് പറയുന്ന നാഗമാണ്. ആ നാഗത്തെ പോലെ കെട്ടുപാടുകളെല്ലാം തീർത്ത് മോക്ഷത്തിലേക്ക് നയിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അശ്വതരൻ മാനസാദേവിയുടെ, ജഗത്കാരു ഋഷിയുടെയും മാനസാദേവിയുടെയും പുത്രനാണ്. അപ്പം ഇദ്ദേഹമാണ് സർപ്പസത്രത്തിലെ നാഗങ്ങൾക്ക് വേണ്ടി ജനമേജയനുമായിട്ട് ഇടപെടുന്നതും അങ്ങനെ
മോക്ഷ വിഷയങ്ങളും ആധ്യാത്മിക തലങ്ങളെക്കുറിച്ച് ഉള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചത് അവിടെ നിന്ന് ആ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടനിലനിന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ട ആളാണ്. അപ്പം നമ്മുടെ കേതു സൂചിപ്പിക്കുന്ന പ്രശ്നം ആവുന്ന കർമ്മഫലത്തെ പരിഹരിക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കണം, തിരിച്ചറിയണം. ബന്ധങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്നും മോചനം നേടാനുള്ള അനവധി പാഠങ്ങളുണ്ടാവും എന്നുള്ളത് കേതു പാസ്റ്റ് ലൈഫിൻ്റെ സൂചകനായതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും കൂടി ഒന്ന് ക്രോഡീകരിച്ച് ചിന്തിച്ചുകൊണ്ട് 7-ാം ഭാവത്തിൽ ശനി എപ്പോഴും മോശമല്ല എന്നുള്ളതും കൂടി ഓർക്കുക. ഇതൊരു പൊതുഫലമാണ്. അത് ക്ഷമ, സ്ഥിരത, ഉത്തരവാദിത്വം എന്നിവയെ ആവശ്യപ്പെടുന്നതാണ്. ഏത് ഗ്രഹമാണ് ശനിയോടൊപ്പം നിൽക്കുന്നത് എന്ന് നോക്കുമ്പം അവരുടെ സ്വഭാവവും കൂടി കലരും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ടാവും ക്യാരക്ടറിൽ, ആ ഭാവത്തിൻ്റെ സ്വഭാവത്തിൽ. അപ്പോൾ അവിടെ ആ ഗ്രഹത്തിൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ ഈ ജന്മം പഠിക്കേണ്ടത്. അതിലൂടെയാണ് നമുക്ക് തിരിച്ചറിവ് വരുന്നതും നമ്മൾ റിയലൈസേഷനിലേക്ക്, ഊർദ്ധഗതിയിലേക്ക് സഞ്ചരിക്കേണ്ടതെന്നും ഉള്ള തിരിച്ചറിവാണ് ഓരോ ഗ്രഹ സൂചനകളും, ഓരോ ഭാവത്തിലെ സൂചനകളും. ഭൗതികപരമായ മായാപ്രഭാവത്തിൽ കെട്ടിക്കിടക്കുന്ന നമുക്ക് അതൊന്നും തെറ്റ് തന്നെയല്ല, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാം സുഖമായിട്ടും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വരണം എന്നാഗ്രഹിച്ചാൽ ഒരാളുടെയും ജീവിതത്തിൽ അങ്ങനെയില്ല. പൂർണ്ണത എന്നൊന്ന് ഇല്ല. അത് പരമമായ സത്യം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപൂർണതകളിലൂടെ ഉള്ള യാത്രയിൽ പൂർണ്ണനായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കയറുന്നത്. ഗോവേണി കയറുന്ന പോലെയാണ്, നമ്മളുടെ ഏണി കയറുന്ന പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ ഒരു ലാഡർ കയറുന്ന പോലെയാണ്. കയറിയാണ്, പതിയെയാണ്. ശനി കൈലാസ പദദർശനം, പതിയെയാണ് നമ്മളവിടേക്ക് സഹസ്രാര സ്വരൂപമായിരിക്കുന്ന കൈലാസത്തിലേക്ക് എത്തുന്നത്. പതിയെ പോകാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു തിരിച്ചറിവാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശീലിക്കുക. പുറത്തൊരാൾ പറയുന്നു, പുറത്തൊരാളുടെ ബുക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു എന്നുള്ളതിനേക്കാളുപരി ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കൂ. ഏറ്റവും വലിയ പാഠം ജീവിതമാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാതെ നിങ്ങൾ അലയാൻ ശ്രമിച്ചാൽ പലരും പല അഭിപ്രായങ്ങളും പറയും, ഞാനടക്കം. പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം. ആ അഭിപ്രായത്തിലേക്ക് എത്താൻ ജീവിതാനുഭവങ്ങളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ തിരിച്ചറിയാൻ, സ്വന്തം ക്യാരക്ടറിനെ തിരിച്ചറിയാൻ, തൻ്റെ ജയ അപജയ രീതികളെ മനസ്സിലാക്കാൻ, തൻ്റെ കുറവുകളെയും കൂടുതലിനെയും കഴിവുകളെയും മനസ്സിലാക്കാൻ ഈ ഗ്രഹസ്ഥിതി സൂചനകൾ നൽകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വിഷയവുമായിട്ട് കാണാം. അടുത്ത വിഷയം എന്ന് പറയുന്നത് 7-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാം. അതിനുശേഷം ചിലപ്പം നമ്മൾ പൊരുത്തത്തെക്കുറിച്ചൊന്ന് നോക്കും. അത് വേണ്ടാന്ന് തോന്നുന്നു. ഞാൻ പുസ്തകം എഴുതുന്ന സമയത്ത്, അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 7-ാം ഭാവത്തിൻ്റെ ഭാഗങ്ങളിൽ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രധാനം ജാതകം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുള്ള റെമഡീസാണ് പലപ്പോഴും പൊരുത്തം എന്നുള്ളത്. തിരിച്ചറിയാത്ത ജാതകത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ റെമഡി ചെയ്താൽ അത് കേൾക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് റെമഡിയൽ മെഷേഴ്സാണ് ഈ കോമ്പാറ്റിബിലിറ്റി ചെക്കിങ്ങിലെ പൊരുത്തം നോക്കൽ എന്നൊക്കെ പറയുന്നത്. പല മെത്തേഡുകളുണ്ട്. അതും പലതും പല ദേശാചാരങ്ങളുമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, തമിഴ്നാട്ടിലെ നക്ഷത്ര പൊരുത്തത്തിലെ 10-ലെ 5 പൊരുത്തമല്ല ഇവിടുത്തെ 5 പൊരുത്തം. അവിടെ രജു പൊരുത്തം ഒരു വിഷയമേ അല്ല, പക്ഷെ ഇവിടെ അത് വിഷയമാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് സംഹിതാകാണ്ഡത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഹോര കാണ്ഡത്തിൽ വരുന്ന ജാതക വിശകലനത്തെ നന്നായി മനസ്സിലാക്കിയ ശേഷമേ
റെമഡീസിനായിട്ട് പരിഹാരങ്ങൾക്കായിക്കൊണ്ട് സംഹിതയിലെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.